എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജസ്ലിൻ അലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുട്ടികളിൽ കാണപ്പെടുന്ന പൈക്ക എന്നൊരവസ്ഥയെക്കുറിച്ചാണ്. അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത മണ്ണ്, ചോക്ക്, പിന്നെ പെയിൻറ്റ്, പിന്നെ ലെഡ് പെൻസിൽ ഇതൊക്കെ കഴിക്കുന്ന കുട്ടികൾ. ധാരാളം രക്ഷിതാക്കൾ ഇത്തരം കംപ്ലൈൻറ്റുമായി വരാറുണ്ട്. കുട്ടികൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അതേസമയം തന്നെ മണ്ണ് വാരി തിന്നുന്നു, അരി വാരി തിന്നുന്നു, പെൻസിലൊക്കെ കടിച്ചു തിന്നുന്നു, പ്ലാസ്റ്റിക് കഴിക്കുന്നു. എന്താണ് ഇതിന് കാരണം? നമുക്ക് പരിശോധിക്കാം. ഈ അവസ്ഥയെ മെഡിക്കൽ ടേംസിൽ പൈക്ക എന്നാണ് പറയുന്നത്. അതായത് PICA, പൈക്ക എന്ന് പറയും. ഇത്തരം കുട്ടികൾക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കും, എന്നാൽ അവർ ഈ മണ്ണ് പോലെയുള്ളവ സ്ഥിരമായി കഴിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥ ഒരു മാസത്തിൽ കൂടുതലായി നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മളതിന് പൈക്ക എന്ന് പറയുക. അതേപോലെ തന്നെ ഇത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏകദേശം 30% കുട്ടികളിലെങ്കിലും പൈക്ക കാണപ്പെടാറുണ്ട്. സാധാരണയായി മൗത്തിങ് എന്ന ഒരു അവസ്ഥയുണ്ട് കുട്ടികളിൽ, അതായത് കയ്യിൽ കിട്ടുന്നതൊക്കെ വായിൽ കൊണ്ടുപോകുന്നത്. ഇതൊരു നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് ഏകദേശം 1.5 വയസ്സാകുമ്പോൾ ഈ കാര്യം നിൽക്കുകയും ചെയ്യും. അതായത് 1.5 വയസ്സിന് ശേഷം കുട്ടികൾ മണ്ണോ മറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പൈക്ക ആയി കണക്കാക്കേണ്ടതാണ്. അടുത്തതായി ഈ പൈക്ക എന്ന അവസ്ഥ കുട്ടികൾക്ക് വരാനുള്ള കാരണം, അതായത് കുട്ടികൾ മണ്ണും മറ്റും വാരി തിന്നുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്. അതായത് കുട്ടിയുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവുണ്ടാവുക, സിങ്ക്, കാൽസ്യം എന്നീ മൈക്രോ ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ കുറവുണ്ടാവുക. മറ്റൊരു കാരണമായി പറയപ്പെടുന്നതാണ് കുട്ടികളിൽ കാണപ്പെടുന്ന ബിഹേവിയർ പ്രോബ്ലംസ്. അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അതായത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ഓട്ടിസം എന്ന അസുഖമുള്ള കുട്ടികൾ, ഇത്തരക്കാരും ഈ പൈക്ക, അതായത് മണ്ണ്, മറ്റ് ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ എടുത്ത് കഴിക്കാറുണ്ട്. മറ്റൊരു വിഭാഗമാണ് ഇത് ഫാമിലി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ. അതായത് വീട്ടിൽ പാരൻസിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക, പാരൻസും സെപ്പറേറ്റഡ് ആയിരിക്കും, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെടുന്ന കുട്ടികൾ, അങ്ങനെ ചൈൽഡ് നെഗ്ലക്റ്റ് എന്ന് പറയും. അതേപോലെ അവഗണിക്കപ്പെടുന്ന കുട്ടികൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയും. അതായത് കുട്ടികൾക്ക് എതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾക്ക് വരുന്ന അതായത് ചൈൽഡ് അബ്യൂസ് അതിന് അടിമയാകേണ്ടി വരുന്ന കുട്ടികൾ. ഇത്തരക്കാരിലും ഈ അവസ്ഥ കാണപ്പെടാറുണ്ട്. അടുത്തതായി ഈ പൈക്ക മൂലം കുട്ടികൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തുടർച്ചയായി ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ മണ്ണും മറ്റും കഴിക്കുന്നത് മൂലം കുട്ടികൾക്ക് നോർമലായി ലഭിക്കേണ്ട ന്യൂട്രീഷ്യൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. അതായത് അയണിൻ്റെ കുറവുണ്ടാകുന്നു, മറ്റു പോഷകങ്ങൾ ലഭിക്കാതെയാവുന്നു. അതുപോലെ തന്നെ മണ്ണിൽ നിന്നും വിരകളുടെ മുട്ടയും മറ്റും വയറ്റിലെത്തുകയും അത് കാരണം വിരശല്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പെയിൻറ്റൊക്കെ പൊളിച്ച് നിന്ന് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ക്രോണിക് ലെഡ് പോയ്സണിങ് എന്ന് പറയും. അതായത് പെയിൻറ്റിൽ ലെഡ് അടങ്ങിയിട്ടുണ്ട്, നമുക്കറിയാം. ഇത് തുടർച്ചയായി കഴിക്കുന്ന മൂലം ശരീരത്തിൽ ചെറിയ അളവിൽ ലെഡ് എത്തുകയും അതുമൂലം ശരീരത്തിന് ലെഡിൻ്റെ പോയ്സണിങ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ പ്ലംബിസം എന്നാണ് നമ്മൾ പറയുക. അത് കാരണം കുട്ടിയുടെ എല്ലാ അവയവങ്ങളെയും ഈ ലെഡ് ബാധിക്കുകയും അതുമൂലം തന്നെ രക്തക്കുറവ് ഉണ്ടാവുകയും അതേമാതിരി ബുദ്ധിക്ക് തകരാറുണ്ടാവുകയും ചെയ്യുന്നു. ഇത് ചികിത്സിക്കേണ്ട ഒരവസ്ഥയാണ്. മറ്റൊരു ബുദ്ധിമുട്ടാണ് ഡെൻ്റൽ പ്രോബ്ലംസ്. അതായത് പല്ലിനുണ്ടാകുന്ന ഈ അബറേഷൻസ്, ഇറോഷൻസ് കാരീസ് ടീത്ത് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് ഒബ്ജക്ട്സും മറ്റും എടുത്ത് കഴിച്ചാൽ കുട്ടികൾക്ക് വയറിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുക, ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ, അതുപോലെ കുടലിൽ ഇൻഫെക്ഷനും ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷനും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ബുദ്ധിമുട്ട്, അതായത് മണ്ണ് വാരി തിന്നുക, പ്ലാസ്റ്റിക്, മറ്റ് ലെഡ് പെൻസിൽ, അരി ഇതൊക്കെ വാരി തിന്നുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് 1.5 വയസ്സിന് ശേഷം ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇത്തരം കുട്ടികളിൽ അതിൻ്റെ കൂടെ തന്നെ ധാരാളം പോഷകങ്ങളുടെ ഡെഫിഷ്യൻസിയും ഉണ്ടാകാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അതായത് ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അനീമിയ ഉണ്ടെങ്കിൽ അതിന് 3-5 മാസം മരുന്ന് കഴിക്കേണ്ടി വരും. മറ്റ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആവശ്യമായി വരും. അതുപോലെ വിരശല്യം ഉണ്ടാകാറുണ്ട്. ഇതിന് ഡീവേമിങ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അതായത് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ, മറ്റ് ഫാമിലി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്, ബിഹേവിയർ തെറാപ്പി ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പൈക്ക എന്നത്, അതായത് കുട്ടികൾ മണ്ണ് വാരി തിന്നതും മറ്റും കുട്ടികൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. അതിന് അവരെ ചീത്ത പറഞ്ഞതുകൊണ്ടോ അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഈ അവസ്ഥ ഉണ്ടാവാനുള്ള കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. അത് നിങ്ങളുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അതിനുള്ള ചികിത്സ തേടേണ്ടതാണ്. അതിനനുസരിച്ച് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതുമാണ്.
എല്ലാവർക്കും നന്ദി.